നമസ്കാരം. പിണറായി വിജയനെയും ഇടത് സർക്കാരിനെ വരെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസും അതിന്മേൽ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണവും. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ കേസിന് പിന്നെ മുന്നോട്ട് ജീവൻ വയ്ക്കാനായില്ല. എങ്കിലും അഡ്വക്കേറ്റ് പി നാഗരാജ് എന്ന നെയ്യാറ്റിൻകര പി നാഗരാജ് എന്ന അഭിഭാഷകൻ ആ കേസിനെ വിടാതെ പിന്തുടരുകയും അതിനെ സജീവമായി നിർത്തുകയും ചെയ്തു. ജൂലൈ 31-നകം ഈ കേസിൻ്റെ തുടർ നടപടികൾ കോടതിയെ അറിയിക്കണമെന്നാണ് ഇപ്പോൾ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര പി നാഗരാജ് ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഏറ്റവും പുതിയ സംഭവ വികാസമെന്ന്. അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര പി നാഗരാജ് കേൾക്കുന്നുണ്ടോ? ശരിക്കും നമ്മുടെ ADGP MR അജിത് കുമാറിനെതിരായ ആ അഴിമതി കേസ്, അതായത് തിരുവനന്തപുരത്ത് കവടിയാറിൽ ഒരു വീട് വയ്ക്കുന്നതടക്കമുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസ്, എന്താണ് ഇതിന്റെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വിജിലൻസ് കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത്? അതായത് ഇവിടെ വിജിലൻസ് കോടതി ഇതിൽ പ്രഥമദൃഷ്ട്യാ കഴം കൊണ്ട് കേസുണ്ടെന്ന് കണ്ടെത്തി ഞാൻ ഹാജരാക്കിയ തെളിവുകളും രേഖകളൊക്കെ പരിശോധിച്ച് തെളിവുണ്ടെന്ന് കണ്ടെത്തി കോടതി നേരിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടതായിരുന്നു 2025. അപ്പം വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട്, അതായത് വിജിലൻസ് ആദ്യം അന്വേഷിച്ചിട്ട് ഇതിൽ കുറ്റമൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചിറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. അതിൽ ഇവിടെ ഓരോ ഒഫൻസ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് എന്റെ പ്രൈവറ്റ് കംപ്ലൈന്റിൽ കോടതി സ്വമേധയാ കോടതി ഇത് കേസെടുക്കുന്നതിന് മുന്നോടിയായിട്ട് കോടതി നേരിട്ട് തെളിവുകൾ പരിശോധിക്കാമെന്നും മൊഴിയെടുക്കാമെന്നും അങ്ങനെ ഉത്തരവിട്ടിട്ട് എന്റെയും സാക്ഷികളുടെയും മൊഴിയെടുക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇതിനെതിരെയാണ് ഇദ്ദേഹം MR അജിത് കുമാർ ഹൈക്കോടതി പോയി. കേരള ഹൈക്കോടതി ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞ് പ്രോസിക്യൂഷൻ അനുമതി വെച്ചുകൊണ്ട് ഈ കേസിൽ തുടർ നടപടി ചെയ്യാമെന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടു. അതിന് പ്രകാരം ഞാൻ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തന്നെ 2025 പ്രോസിക്യൂഷൻ അനുമതിക്കായി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷെ ഇതുവരെ അദ്ദേഹം ആ സ്ഥാനം ഒഴിയുന്ന ഏപ്രിൽ മാസം വരെയും ഇതിൽ യാതൊരു തീരുമാനവും എടുക്കാതെ ഇതവിടെ ഫയൽ അവിടെ പൂഴ്ത്തി വെച്ചു. ഇതിനിടെ അന്നത്തെ ചീഫ് സെക്രട്ടറി ഈ ഫയലിനെ ഈ പ്രോസിക്യൂഷൻ അനുമതിക്കായിട്ടുള്ള ഞാൻ അയച്ച കത്തിനെ വിജിലൻസിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. വിജിലൻസിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അതിനെ തിരിച്ച് പൊതുഭരണ വകുപ്പ് ഓൾ ഇന്ത്യ സർവീസ് AIS എന്നുള്ള GAD ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ IAS IPS കാരുടെയൊക്കെ അവിടെയാണ് പരിഗണിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പൊതുഭരണ വകുപ്പിലേക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പൊ അത് 30/3 മാർച്ച് 30 അത് കൈമാറിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പാർട്ടി കോപ്പി എനിക്ക് ആപ്ലിക്കനുള്ള കോപ്പി എനിക്ക് ലഭ്യമായി. അപ്പൊ ഇതെല്ലാം ഞാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അപ്പൊ അങ്ങനെ കോടതി ജൂലൈ 31 വെച്ചിരിക്കുകയാണ് ഈ കേസിൽ ഇത് പ്രോസിക്യൂഷൻ അനുമതിക്കായിട്ട്. അപ്പം ഈ പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇതിൽ യാതൊരു തീരുമാനം എടുക്കാതെ ഈ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഫയലുകളൊക്കെ അവിടെ പൂഴ്ത്തി വെച്ച് യാതൊരു തീരുമാനം എടുക്കാത്ത. യഥാർത്ഥത്തിൽ അവർ ഒരു പ്രോസിക്യൂഷൻ അനുമതിക്കായിട്ടുള്ള ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനകത്ത് തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അപ്പൊ അതെല്ലാം അവർ കാറ്റിൽ പറത്തി നിയമനം അങ്ങനെയൊക്കെ നടത്തിയിരിക്കുകയാണ്. വിജിലൻസ് മാനുവൽ വരെ കാറ്റിൽ പറത്തിയാണ് ഇവര് ചെയ്തത്. ഇനിയിപ്പം ഈ പുതിയ സർക്കാരിൽ ഞാൻ നേരിട്ട് ചെന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ നേരിട്ട് കണ്ട് ഈ സത്യാവസ്ഥയൊക്കെ ബോധ്യപ്പെടുത്തി അനുമതിക്കായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം കാണാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? അതെ നേരിട്ട് കാണാൻ. കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും ഒക്കെ ശക്തിയുക്തം ഈ ഒരു അനധികൃത സ്വത്ത് സമ്പാദന കേസിനെ എതിർത്തിരുന്നതാണോ അല്ലേ? അതെ. അപ്പോൾ ഇപ്പോഴുള്ള കേസിന്റെ ഇതുവരെയുള്ള തുടർ നടപടികളും നാൾ വഴികളും ഹൈക്കോടതി അടക്കം അങ്ങേക്ക് നൽകിയ ആ പിന്തുണയുമൊക്കെ ഇരുവരെയും ബോധ്യപ്പെടുത്തും. അതെ. പ്രതീക്ഷയുണ്ടോ ഈ പുതിയ സർക്കാരിന്റെ? കിട്ടും. നല്ല പ്രതീക്ഷയുണ്ട്. കാരണം അവരൊക്കെ ഈ അജിത് കുമാറിനെതിരായിട്ട് അവര് ഈ മുഖ്യമന്ത്രിക്കും അജിത് കുമാറിനെതിരായിട്ട് അഴിമതിക്കെതിരായിട്ടൊക്കെ അവര് അത്ര ശക്തിയുക്തമായിട്ട് അത് എതിർത്തവരാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. പ്രോസിക്യൂഷൻ അനുമതി ലഭ്യമാകുന്നതാണ് എന്റെ പ്രതീക്ഷ. ആ വിവാദമായ വീട് വയ്പ്, കവടിയാറിലെ ആ കൊട്ടാരം വളപ്പിലെ വീട് വയ്പ്, അതിപ്പോ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് അറിയാമോ? അത് അങ്ങനെ ഇരിക്കുകയാണത്. അതെ. കോർപ്പറേഷൻ അത് വിജിലൻസുകാർ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒന്നും കത്തൊന്നും കൊടുത്തിട്ടില്ല. അതാണ് അതിന്റെ കാരണം. വിജിലൻസുകാര് സ്റ്റേറ്റ് അന്നത്തെ പിണറായിയുടെ കീഴിലുള്ള വിജിലൻസ് അല്ലേ, അപ്പൊ അവര് ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അന്ന് പ്രത്യേക വിജിലൻസ് സംഘത്തെയൊക്കെ രൂപീകരിച്ചാണല്ലോ അന്വേഷണം നടത്തിയത്. അതെ. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു, അതെല്ലാം ചെയ്തതാണ്. പക്ഷെ അവരല്ല അന്വേഷിച്ചത്. ഒരു
ഷിജു പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു ഡിവൈഎസ്പിയെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ചെയ്തു. അവസാനം അയാൾ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അതെ. ഈ കേസ് കോടതിയിൽ പരിഗണനയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളെ ഇവിടെ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിലേക്കൊക്കെ മാറ്റിയത്. അതെ. അങ്ങനെ വളരെ LDF സർക്കാർ വളരെ കിളഞ്ഞ് പരിശ്രമിച്ചാണ് ഈ അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കാൻ. അത് സ്വാഭാവികമാണല്ലോ, അവിടെ സ്വന്തം ആളാണല്ലോ അല്ലേ. അതെ അതെ. തൃശ്ശൂർ പൂരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പങ്ക് അവിടെ നിന്നാണല്ലോ ഈ വിവാദങ്ങളൊക്കെ തുടക്കം. അതെ 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 അതെ. അത് പിണറായി വിജയന്റെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ രക്ഷാപ്രവർത്തനം, അതായത് ആലപ്പുഴയിൽ ഇപ്പോഴത്തെ നിലവിലെ MLA KD തോമസിനെ അടക്കം മർദ്ദിച്ച ഒരു രക്ഷാപ്രവർത്തനമുണ്ടല്ലോ, അതിൽ മുഖ്യമന്ത്രി ഗൺമാന്മാരടക്കം ഇപ്പോൾ SITയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവർക്കെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നറിയാൻ കഴിഞ്ഞത് കരഞ്ഞുകൊണ്ടാണ് 2 SIമാർ MR അജിത്കുമാറിനെതിരായി SITക്ക് മുമ്പിൽ മൊഴി നൽകിയെന്നാണ്. നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് മർദ്ദിപ്പിക്കുകയായിരുന്നാണ് പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ള ക്രൂരതകളും ഉണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ. അതെ അതെ അതെ. കേസ് ഡയറി ഫയൽ തിരുത്തിയിരിക്കുന്നു. അതൊക്കെ അത് ഒരു കേസ് ഡയറി ഫയൽ എന്ന് പറയുന്നത് ഒരു കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രം കാണേണ്ട ഒരു കാര്യമാണ് കേസ് ഡയറി ഫയൽ. പിന്നെ കോടതിക്കാണെങ്കിൽ അതിനെ വിളിച്ചു വരുത്തി പരിശോധിക്കുക, അല്ലാതെ മേലുദ്യോഗസ്ഥനെ കാണിക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല. അപ്പൊ ഇതെല്ലാം CD ഫയൽ വരെ ഇദ്ദേഹം, അത് ആലപ്പുഴ നടന്ന സംഭവത്തിന്റെ CD ഫയലുകൾ റിമാൻഡർ ADGP ആയിരിക്കുമ്പോൾ അതിനെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. വിളിച്ചു വരുത്തി അതില് തിരുത്തലുകൾ വരുത്തി. അത് വളരെ ക്രിമിനൽ കുറ്റമാണത്, ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത്. കാരണം പഴയ CD ഫയലും പുതിയ CD ഫയലും പ്രത്യേക സംഘം കണ്ടെത്തി എന്നുള്ളതിന്റെ രസകരമായ കാര്യം. അതാണ് അങ്ങനെ ആ തെളിവ് കിട്ടിയോണ്ട് അതാണ്. സാധാരണ ഇതൊക്കെ അവർ കീറി കളയാണ് ചെയ്യാറ്, നശിപ്പിക്കുന്നതാണ് ചെയ്തത്. അതിനകത്തുള്ളതുകൊണ്ട് അതാണ്. പിന്നെ അഡ്വക്കേറ്റ് നെയ്യാറ്റിൻകര P. നാഗരാജ്, ഒരു ചോദ്യം കൂടി. അങ്ങ് നിരവധി ഇതുപോലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ MR അജിത്കുമാറിന്റെ ADGPക്ക് ഈ തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ ഭാഗത്ത് സ്ഥലം വാങ്ങാനും അവിടെ ഒരു വീട് വെക്കാനും ഒക്കെയുള്ള പണം അത് എവിടുന്ന് കിട്ടി എന്ന് അന്വേഷിക്കാനുള്ള എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങ് ഉന്നയിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതെല്ലാം എന്റെ പെറ്റീഷനിലുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവര് ക്ലോസ് ചെയ്ത് കളഞ്ഞു. അതായത് നമ്മള് കോടതിയിൽ ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് ഇയാളുടെ കവടിയാർ വീട് നിർമ്മാണത്തിന്റെയും അതിന്റെ പ്ലാനും കാര്യങ്ങളെല്ലാം ഹാജരാക്കി. അതുപോലെ തന്നെ ഇതേ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച്, നന്തൻകോട് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് മറച്ചു വിറ്റു. അതിന്റെ എല്ലാം ആധാരങ്ങളെല്ലാം ഹാജരാക്കി. അപ്പൊ അതിനിടയ്ക്ക് അപ്പോഴത്തേക്ക് കോടതി റിപ്പോർട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പൊ അന്ന് അന്വേഷണം ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷെ കോടതി ഈ വിജിലൻസോട് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ ആ സമയത്തൊന്നും ഇതുവരെ മൊഴിയെടുക്കാൻ വിളിക്കുക, എന്നെ ഫോണിൽ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല വിജിലൻസ്. ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല. അപ്പൊ വിജിലൻസ് കോടതിയിൽ ഇങ്ങനെ ഓരോ പോസ്റ്റിംഗ് വെച്ചോണ്ടിരുന്നത് അന്വേഷണ പുരോഗതി അറിയിക്കാൻ വേണ്ടി. അവർ പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കുകയാണ്, ഞങ്ങൾ അന്വേഷിച്ചോളാം, ഈ ഹർജി തള്ളണം എന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞു പറ്റില്ല, ഇതിന് മതിയായ രേഖകളും തെളിവുകളൊക്കെ ഉള്ള പ്രൈമ ഫേസി ഡോക്യുമെന്റ്സ് ഒക്കെ ഹാജരാക്കിയിട്ടുള്ള ഒരു പരാതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് തള്ളാൻ പറ്റില്ല, നിങ്ങൾക്ക് എത്ര സമയം വേണം? അപ്പൊ ആദ്യം 3 മാസം ചോദിക്കും, പിന്നെ 2 മാസം, അങ്ങനെ ചോദിച്ച് അവർ ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾ അന്വേഷണം പൂർത്തിയാക്കി ഇത് ക്ലോസ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് ഫയൽ കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ കോടതി വെച്ച് ഇവിടെ കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസ് അങ്ങനെ സർക്കാരിലേക്ക് അതോടെ തീർന്നല്ലോ. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയൽ പോയപ്പോൾ തീർന്നു അല്ലേ? അതെ. മുഖ്യമന്ത്രി പിന്നെ കേസ് വീണ്ടും ഹർജി കൊടുക്കല്ല, മറ്റു മാർഗമില്ല. അതെ. അപ്പൊ അങ്ങനെ ഒരു ക്ലോസ് ചെയ്തു. പിണറായി വിജയൻ രഹസ്യമായിട്ട് ഇതിനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ. പിന്നെ കോടതിയിൽ ഞാൻ പെറ്റീഷൻ ഇട്ട് അതിനെല്ലാം വിളിച്ചു വരുത്തി. CD ഫയലും സർക്കാർ ഫയലും എല്ലാം വിളിച്ചു വരുത്തി. അപ്പൊ ആ ഫയലിൽ വിളിച്ചു വരുത്തിയൊരു ഇതുപോലെ ഇപ്പൊ രക്ഷാപ്രവർത്തനത്തിൽ CD ഫയൽ വന്ന പോലെ ഒരു സംഭവം ഇവര് വിജിലൻസിന്റെ ഒരു ഇത് വന്നു. അതായത് ഇത് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ഇത് ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു വരി വന്നു. അപ്പൊ അതിനെയാണ് വിജിലൻസ് കോടതി അതൊക്കെ ചോദ്യം ചെയ്ത് അങ്ങനെ ഇതിനെ എങ്ങനെ അതായത് ഇദ്ദേഹം ഭരണാധികാരി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ് ഒരു ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത്, ആഭ്യന്തരമന്ത്രി അന്നത്തെ പിണറായി വിജയൻ. അപ്പൊ ഈ പോലീസ് അന്വേഷിച്ച ഈ കേസിൽ ഇദ്ദേഹം എന്തിനാണ് അതിൽ ഇടപെട്ടത്, എങ്ങനെ ഒരു കുറിപ്പെഴുതാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതിനെ നിശ്ചിതമായി വിമർശിച്ച് അതിനെയൊക്കെ റദ്ദ് ചെയ്തു വിജിലൻസ് കോടതി, തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി A. മനോജ് സാർ റദ്ദ് ചെയ്തു. കാരണം വ്യക്തമായ തെളിവുകൾ അടക്കം ഹാജരാക്കിയാണല്ലോ അന്ന് ആ കേസ് കൊടുത്തത്. അല്ലെങ്കിൽ തന്നെ ആ ഒരു വീട് നിർമ്മിക്കുന്നതിൻ്റെയും ഒരു ADGPക്ക് കണ്ണായ ഭാഗത്ത് ഇത്തരമൊരു സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ളൊരു ആ സാമ്പത്തിക സ്രോതസ് എവിടെയാണെന്നൊക്കെയുള്ള സംശയം ഒരു മുഖ്യമന്ത്രിക്ക് എന്നല്ല, ഒരു സാധാരണ ഒരു പൗരന് പോലും ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇത് സ്വന്തം ആളായതുകൊണ്ടല്ലേ ഈ കേസ് ക്ലോസ് ചെയ്തത്? അതെ. മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാം വഴിവിട്ട സഹായങ്ങളെല്ലാം ചെയ്തു, അതുപോലെ തിരിച്ചും അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു പല വിഷയങ്ങളായിട്ടല്ലേ, പല വിഷയങ്ങളായിട്ട്. അതെ. അതെല്ലാം ഇനി അങ്ങോട്ട് പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. പക്ഷെ നമ്മുടെ പുതിയ സർക്കാരിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം വളരെ മിത സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കേട്ടിട്ടുള്ളത്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. കാരണം കർക്കശ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? ഉണ്ടാവും, ഈ കേസിലുണ്ടാവും. കാരണം അവരെല്ലാം ഈ അജിത് കുമാറിന്റെ അഴിമതിയെ സംബന്ധിച്ചവരെല്ലാം നിയമസഭയിലും പൊതു സ്ഥലങ്ങളിലും എല്ലാം അത് ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും അജിത് കുമാറിനെതിരെ നടപടി എടുക്കും തന്നെയാണ് എന്റെ പ്രതീക്ഷ.
ഈ രണ്ട് അജിത് കുമാറിനെതിരെ ഇത് രണ്ട് മാത്രമാണ്. നന്തൻകോട് ഒരു ഫ്ലാറ്റ് മറിച്ച് വിറ്റതും ഇപ്പോൾ കവടിയാർ കൊട്ടാരവിളപ്പിൽ ഒരു വീട് ബഹുനില മന്ദിരം വെച്ചുകൊണ്ടിരിക്കുന്നതും അത് രണ്ട് മാത്രമാണ് അനധികൃത സ്വത്തായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതെ, പക്ഷെ ഇതല്ലാതെ നമ്മൾ ലാൻഡ് റവന്യൂ കമ്മീഷനൊക്കെ ഇതിൽ സാക്ഷ്യപട്ടികയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആ സാക്ഷ്യപ്പെട്ടി ലാൻഡ് റവന്യൂ കമ്മീഷൻ ഇപ്പൊ കേരളത്തിനകത്ത് ഇദ്ദേഹത്തിന്റെ പേരിലോ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ പേരിലോ ബിനാമികളുടെ പേരിലോ ഏതെങ്കിലും ഭൂമി ഒക്കെ വാങ്ങിച്ചിട്ട് അതെല്ലാം അറിയാൻ പറ്റും. ഇതെല്ലാം കോടതി കണ്ടെത്തിയതാണ്. അതായത് ഇവര് ശരിയായ രീതി അന്വേഷിച്ചിട്ടില്ല വിജിലൻസ്. പിന്നെ ഇദ്ദേഹത്തിന്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കളെ കുറിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് അവർ ക്ലോസ് ചെയ്തത്. ഇയാളൊന്നും ചെയ്തിട്ട് അത് ചെക്ക് പീരീഡ് എന്നൊരിതുണ്ട് വിജിലൻസ് മാനുവൽ പ്രകാരം. ആ വിജിലൻസ് മാനുവൽ ഒരു പ്രത്യേക വകുപ്പുണ്ട്. അതിൽ ചെക്ക് പീരീഡ്, അതായത് അനധികൃത സ്വത്ത് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസുകളിലൊക്കെ വിജിലൻസ് ഒരു ചെക്ക് പീരീഡ് കണക്കാക്കണം. 10 വർഷം. ഇപ്പൊ നമ്മൾ ആരോപിക്കുന്ന വർഷത്തിന് മുമ്പോട്ടും പിന്നോട്ടും ചേർത്ത് ഒരു 10 വർഷം എടുത്തിട്ട് ആ 10 വർഷത്തിന് തുടക്കത്തിൽ ഇദ്ദേഹത്തിന്റെ ഇൻകം എത്ര ഉണ്ടായിരുന്നു, ലീഗൽ ഇൻകം എത്ര ഉണ്ടായിരുന്നു, ചെലവുകൾ എത്ര ഉണ്ടായിരുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ 10 വർഷം കഴിയുമ്പോൾ ആ സമയത്തുള്ള ഇദ്ദേഹത്തിന്റെ വരുമാനം എത്രയായിരുന്നു, ആ ചെലവുകൾ എത്രയായിരുന്നു, ഇതെല്ലാം തമ്മിൽ കൂട്ടിക്കിഴിച്ച് അതിനൊരു പ്രത്യേക കണക്കുണ്ട്. അപ്പൊ അതൊക്കെ ആ ചെക്ക് പീരീഡ് കണക്കാക്കിയിട്ടേ ഇല്ല ഇവിടെ. അപ്പൊ ചെക്ക് പീരീഡ് കണക്കാക്കിയിട്ടാണ് ഒരു പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് അവർ പറയുന്നത് വിജിലൻസ്. ഇത്ര വരുമാനത്തെക്കാട്ട് ഇത്ര ശതമാനം അയാൾ കൂടുതലായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്, ഇത്ര അനധികൃത സമ്പാദ്യമുണ്ട്. അപ്പൊ ഇതൊന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടേ ഇല്ല. വിജിലൻസ് ഇതൊന്നും അന്വേഷിച്ചിട്ടേ ഇല്ല. അവര് വെറുതെ ഒരു നാമമാത്രമായിട്ട് ഒരു എൻക്വയറി നടത്തി ക്ലോസ് ചെയ്തു. എഫ്ഐആർ കൂടി എടുത്തിട്ടില്ല, എൻക്വയറി നടത്തി ക്ലോസ് ചെയ്തു. അതിനെയാണ് കോടതി തള്ളിയത്. ആ വിജിലൻസ് റിപ്പോർട്ടിനെയാണ് റിജക്ട് ചെയ്തിട്ട് എന്റെ പരാതി കോടതി സ്വീകരിച്ചിട്ട് അതിൽ അന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ട് കോടതി നേരിട്ട് തെളിവെടുക്കാൻ വേണ്ടി ചെയ്തു. ശ്രീ നാഗരാജ്, അന്നത്തെ വിജിലൻസ് മേധാവിയുടെ അത് ഇപ്പോഴും അദ്ദേഹം തന്നെ തുടരുകയാണല്ലോ. ആ നിലപാട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്? അത് ഇദ്ദേഹത്തിന്റെ അന്ന് പിണറായിയുടെ കീഴിലല്ലായിരുന്നു. അപ്പൊ ആ പിണറായി പറയുന്ന രീതിയിൽ വിജിലൻസുകാര് എല്ലാം ചെയ്തു. അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. ഇനിയും ശക്തമായി തന്നെ വിജിലൻസ് കോടതിയിൽ തന്നെ തങ്ങളുടെ സ്റ്റാൻഡ്, തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും അല്ലേ? അതെ 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 അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ജൂലൈ 31-നകം തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ കിട്ടുമെന്ന് തന്നെ എന്റെ പ്രതീക്ഷ. ഈ സർക്കാർ മാറണേ, അന്നത്തെ LDF സർക്കാർ മാറണേ എന്ന് തന്നെ പ്രാർത്ഥിച്ചു. അതുപോലെ നടന്നു. അതുകൊണ്ട് എന്തായാലും കിട്ടും. കാരണം LDF ഇരുന്നും കിട്ടൂല. കാരണം ഫെബ്രുവരി കൊടുത്ത അപേക്ഷയാണ്. എന്നിട്ട് അദ്ദേഹം ആ 3 മാസം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അയാള് ഇറങ്ങുന്നവരെ ഒന്നും ചെയ്തിട്ടില്ല, പൂഴ്ത്തി വെച്ചവിടെ. അതെ, തീർച്ചയായിട്ടും 30 അതെ മാർച്ച് 30 മറ്റേ ഇവരെ കൈ കിട്ടിക്കഴിഞ്ഞു. അന്നത്തെ GAD AASന്റെ കൈ കിട്ടിയിട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും അതിന്റെ യാതൊരു തീരുമാനം എടുക്കാതെ പൂഴ്ത്തി വെച്ചു. അതെ. എന്തായാലും ഈ കേസിൽ അങ്ങയുടെ പോരാട്ടത്തിൽ എത്രയും വേഗം തന്നെ അങ്ങേക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് പ്രേക്ഷകർ അറിയിക്കാം. എന്തായാലും നന്ദി അഡ്വക്കേറ്റ് നേരിയ പി നാഗരാജ്. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.